ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഇവരിൽ നമ്മളുടെ ഉത്തമനായിട്ടുള്ള സുഹൃത്ത് ഏതാണെന്നും നമ്മളുടെ നന്മ ആഗ്രഹിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ബന്ധു ആരാണെന്നും ഒക്കെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. ശരിയല്ലേ? ഒന്ന് ഓർത്ത് നോക്കൂ. ഇന്നത്തെ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടു കഴിയുമ്പോൾ ആ ഒരു കാര്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും. നമ്മൾ എങ്ങനെയുള്ള സുഹൃത്തുക്കളെയാണ് സ്വീകരിക്കേണ്ടതെന്നും എങ്ങനെയുള്ള ബന്ധുക്കളെയൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ അകറ്റി നിർത്തേണ്ടതെന്നും, അതായത് ആരിൽ നിന്നൊക്കെ അകലം പാലിക്കണമെന്നും ഒക്കെയുള്ളൊരു സമസ്യയ്ക്ക് നമുക്ക് പലപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് ഇതൊക്കെ. അതിനുള്ളൊരു ഉത്തരം ഈ വീഡിയോ നിങ്ങൾക്ക് തരും. വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പാണ്ഡവകുമാരന്മാരുടെ സാമർഥ്യവും അവർ കൈവരിച്ച നേട്ടങ്ങളും കണ്ട് അസൂയാലുവായ ധൃതരാഷ്ട്രർ തൻ്റെ വിശ്വസ്തനായ മന്ത്രി കണികനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അവരെ ഞാൻ മിത്രങ്ങളായാണോ ശത്രുക്കളായാണോ കണക്കാക്കേണ്ടതെന്ന്. വളരെ കൂർമ്മ ബുദ്ധിയായിട്ടുള്ള മന്ത്രി കണികൻ അതിന് മറുപടിയായിട്ട് ചതുരുപായങ്ങളും പ്രയോഗിച്ച് ശത്രുക്കളെല്ലാം നശിപ്പിച്ച സ്വാർത്ഥനും ദുഷ്ടബുദ്ധിയായിട്ടുള്ള ഒരു കുറുക്കൻ്റെ കഥ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. പണ്ടൊരിക്കൽ കൗശലക്കാരനായ ഒരു കുറുക്കൻ എലി, പുലി, ചെന്നായ, കീരി എന്നിങ്ങനെ 4 സുഹൃത്തുക്കളോടൊത്ത് കാട്ടിൽ സുഖമായിട്ട് കഴിഞ്ഞിരുന്നു. അവർ ഒരുമിച്ചാണ് ആഹാരം തേടിയിരുന്നതും പങ്കുവച്ച് കഴിച്ചിരുന്നതുമൊക്കെ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു കലമാനിനെ കണ്ടു. അവർ വളരെ വേഗത്തിൽ ഓടിയിരുന്ന കലമാനിനെ എത്രയേറെ ശ്രമിച്ചിട്ടും അവർക്ക് പിടികൂടാനായിട്ട് സാധിച്ചിരുന്നില്ല. അങ്ങനെ അവർ ആ കലമാനിനെ എങ്ങനെ കീഴ്പ്പെടുത്താം എന്നതിനെ കുറിച്ചിട്ട് കൂടിയിരുന്ന് ആലോചിക്കുകയെ കുറുക്കൻ പുലിയോട് പറഞ്ഞു. ആ കലമാൻ വളരെയധികം ശക്തിമാനും സൂത്രക്കാരനുമായതുകൊണ്ടാണ് അങ്ങേക്ക് പോലും അതിനെ കീഴ്പ്പെടുത്താനായിട്ട് കഴിയാത്തത്. അപ്പോൾ ഒരു ഉപായം പ്രയോഗിച്ചാലല്ലാതെ അതിനെ പിടിക്കാനും സാധിക്കില്ല, നമുക്കതിനെ ഭക്ഷണമാക്കാനും കഴിയില്ല. അതിനായിട്ട് ഞാനൊരു ഉപായം പറയാം. കലമാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എലി ചെന്ന് കലമാൻ്റെ പാദം കരളണം. അങ്ങനെ വരിയിൽ അവൻ്റെ പാദത്തിന് പരിക്കേറ്റത് കൊണ്ട് അവനൊരിക്കലും വേഗത്തിൽ ഓടാൻ കഴിയില്ല. ഇനി അഥവാ ഓടാൻ ശ്രമിച്ചാൽ തന്നെ അധിക ദൂരമൊട്ട് പോകാനും കഴിയില്ല. അങ്ങനെ വരുമ്പോൾ അങ്ങേക്ക് എളുപ്പത്തിൽ അവനെ കീഴ്പ്പെടുത്താനും അവനെ നമുക്ക് ഒന്നിച്ച് ഭക്ഷിക്കാനും കഴിയും. കുറുക്കൻ പറഞ്ഞ ഉപായം എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ പറഞ്ഞതിന് പ്രകാരം എലി കലമാൻ ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിൽ പോയി അതിൻ്റെ കാൽപാദം കരണ്ടു. കാൽപാദത്തിന് മുറിവേറ്റ കലമാൻ അധികദൂരം ഓടാനാവാതെ വന്നപ്പോൾ പുലി എളുപ്പത്തിൽ തന്നെ അതിനെ കീഴ്പ്പെടുത്തി കൊല്ലുകയും ചെയ്തു. അങ്ങനെ ചത്തുകിടന്ന കലമാനിന് ചുറ്റും അവർ ചങ്ങാതിമാർ 4 പേരും കൂടി വട്ടം കൂടിയിരിക്കുകയാണ്. അതിനെ ഭക്ഷിച്ച് കഴിക്കണമല്ലോ. അന്നേരം കുറുക്കൻ ഇവരോട് ചങ്ങാതിമാരോട് പറഞ്ഞു, നിങ്ങൾ കുളിയും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരൂ, അതുവരേക്കും ഞാനിതിനെ കാവലിരിക്കാം. ചങ്ങാതിമാർക്ക് സംശയമൊന്നും തോന്നിയില്ല. അവർ അടുത്തുള്ള സമീപത്തുള്ള നദിയിലേക്ക് കുളിക്കാനായിട്ട് പോയി. ആ സമയത്തൊക്കെ കുറുക്കൻ്റെ ആലോചന ഇതായിരുന്നു, ഈ കലമാനിനെ എനിക്ക് തന്നെ തിന്നണം, എനിക്ക് ഒറ്റയ്ക്ക് തിന്നണം. അതിനെന്താണൊരു ഉപായം? അവനത് തല പുകഞ്ഞാലോചിച്ചു. കുളി കഴിഞ്ഞ് ആദ്യം വന്നത് പുലിയാണ്. അപ്പോൾ കുറുക്കൻ എങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. കുറുക്കൻ്റെ മുഖത്തുള്ള വിഷമവും ഒരു സങ്കടഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പുലി ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി? വിഷമിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ കുറുക്കൻ മറുപടിയായിട്ട് പറഞ്ഞു, ആ ദുഷ്ടനായിട്ടുള്ള എലി പറയുകയാണ്, അവൻ്റെ മിടുക്കുകൊണ്ടാണ് നമുക്ക് ഈ ഇരയെ കിട്ടാനായിട്ട് ഇടവന്നതെന്ന്. ശക്തനായിട്ടുള്ള അങ്ങ് പോലും ഈ ആഹാരം കഴിക്കാൻ ഇടവന്നത് അവൻ്റെ സാമർഥ്യം കൊണ്ടാണ് പോലും. ആ പറഞ്ഞത് പുലിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓഹോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കിത് വേണ്ട, എനിക്ക് സ്വന്തമായിട്ട് ഇരതേടി പിടിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഗർവോടുകൂടി പുലി അവിടെ നിന്ന് സ്ഥലം വിട്ടു. അല്പനേരം കഴിഞ്ഞ് സ്ഥലത്തെത്തിയ എലിയോട് കുറുക്കൻ ഇങ്ങനെ പറഞ്ഞു, ഇത് തിന്നാനെത്തിയ കീരി എന്താണ് പറഞ്ഞതെന്ന് അറിയോ നിനക്ക്? പുലിയുടെ വിഷനഖമേറ്റതിനാൽ ഈ ഇറച്ചി തിന്നാൻ കൊള്ളില്ലത്രേ. അതിന് പകരമായിട്ട് നീ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ എലിയെ അവൻ തിന്നോളാമെന്ന്, നിന്നെ അവൻ തിന്നോളാമെന്ന്. ഇത് കേട്ട മാത്രയിൽ തന്നെ എലി പേടിച്ച് ഓടി അവൻ്റെ മാളത്തിൽ ഒളിച്ചു. അല്പനേരം കൂടി കഴിഞ്ഞ് സ്ഥലത്തെത്തിയ ചെന്നായയോടും ഒരു ഉപായം പറഞ്ഞ് കുറുക്കൻ അവനെ ഭയപ്പെടുത്തി. പുലി നിനക്കെതിരാണ്, അദ്ദേഹം ഇപ്പോൾ തൻ്റെ ഇണയെയും കൂട്ടി ഇവിടെ എത്തും, സൂക്ഷിച്ചാൽ നീ ദുഃഖിക്കേണ്ട, ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് കേട്ട ചെന്നായ വിശന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ കൂടി ആ ഒരു ഉത്ഭയത്തോടെ അവിടെ നിന്ന് ഓടിപ്പോയി. ഏറ്റവും ഒടുവിലായിട്ടെത്തിയ കീരിയോട് കുറുക്കൻ ഇങ്ങനെ പറഞ്ഞു,
ഞാൻ മറ്റുള്ള എല്ലാവരെയും ആക്രമിച്ച് തോൽപ്പിച്ചു കഴിഞ്ഞു. നിനക്ക് ഈ മാനിറച്ചി തിന്നണമെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യണം. കീരി ഇത് കേട്ട് അമ്പരന്ന് പോയി. അവൻ ഭയന്നിട്ട് അപ്പോൾ തന്നെ അടിയറവ് പറഞ്ഞു, ശക്തനായിട്ടുള്ള പുലിയെയും ചെന്നായിയെയും സൂത്രശാലിയായിട്ടുള്ള എലിയെയും ഒക്കെ തോൽപ്പിച്ച അങ്ങയോട് ഏറ്റുമുട്ടാനുള്ള ധൈര്യം എനിക്കില്ല. അതുകൊണ്ട് എന്നെ അങ്ങ് പോകാൻ അനുവദിക്കണം. അത് പറഞ്ഞിട്ട് കീരിയും അവിടെ നിന്ന് സ്ഥലം വിട്ടു. അങ്ങനെ എല്ലാ ചങ്ങാതിമാരെയും, ആ വാക്കിനാണ് പ്രത്യേകത, എല്ലാ ചങ്ങാതിമാരെയും കൗശലം കൊണ്ട് ചതിച്ചിട്ട്, സ്വാർത്ഥലാഭത്തിന് വേണ്ടി കൗശലം കൊണ്ട് ചതിച്ചിട്ട് വളരെ സന്തോഷത്തോടെ കുറുക്കൻ ആ മാനിറച്ചി മുഴുവനായിട്ടും ഒറ്റയ്ക്ക് തിന്നു തീർത്തു. ഈ ഒരു കൗശലത്തിൻ്റെ കഥയാണ് മന്ത്രി കണികൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് വ്യക്തമായല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ സുഹൃത്തുക്കളെ സ്വീകരിക്കുമ്പോൾ വിവേചന ബുദ്ധിയോടെ, ജാഗ്രതയോടെയുള്ള സൗഹൃദങ്ങൾ മാത്രം ഏർപ്പെടുക. അതേപോലെ തന്നെ ബന്ധുത്വവും, നമ്മളെ സ്നേഹിക്കുന്ന ബന്ധുക്കളെ തിരിച്ചറിയാനായിട്ട് ഈ ഒരു മീറ്റർ വെച്ച് അളന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് സാധിക്കും എന്നുള്ളത് ഈ കഥയിലൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ മഹാഭാരതത്തിലെ ഈ ഒരു ചെറിയ ഉപകഥാകഥനം ഇവിടെ നിർത്താം. കൂടുതൽ മികച്ച കഥകൾക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക.